بسم الله الرحمن الرحيم. أم لهم شركاء شرعوا لهم من الدين ما لم يأذن به الله ولولا كلمة الفصل لقضي بينهم وإن الظالمين لهم عذاب أليم. ترى الظالمين مشفقين مما كسبوا وهو واقع بهم والذين آمنوا وعملوا الصالحات في روضات الجنات لهم ما يشاءون عند ربهم ذلك هو الفضل الكبير. ذلك الذي يبشر الله عباده الذين آمنوا وعملوا الصالحات قل لا أسألكم عليه أجرا إلا المودة في القربى ومن يقترف حسنة نزد له فيها حسنا إن الله غفور شكور. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1688 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 42-ാമത്തെ അധ്യായമായ സൂറത്ത് ശൂറയിലെ 21 മുതൽ 23 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أم لهم شركاء شرعوا لهم من الدين ما لم يأذن به الله ولولا كلمة الفصل لقضي بينهم وإن الظالمين لهم عذاب أليم. ترى الظالمين مشفقين مما كسبوا وهو واقع بهم والذين آمنوا وعملوا الصالحات في روضات الجنات لهم ما يشاءون عند ربهم ذلك هو الفضل الكبير. ذلك الذي يبشرك عباده الذين آمنوا وعملوا الصالحات قل لا أسألكم عليه أجرا إلا المودة في القربى ومن يقترف حسنة نزد له فيها حسنا إن الله غفور شكور. സൂറത്ത് ശൂറയിലെ 21 മുതൽ 23 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠന വിധേയമാക്കിയ ആയത്തുകളുടെ അവസാനത്തിൽ അല്ലാഹു ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചത് നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. പാരത്രിക വിള, പരലോക വിള അല്ലെങ്കിൽ പരലോകത്തെ നേട്ടം ആണ് ഒരാൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ നേട്ടം നാം അവന് വർദ്ധിപ്പിച്ചു കൊടുക്കും, അതിൽ വലിയ വർധനവുണ്ടാക്കി കൊടുക്കും. ഹെർസ് എന്ന് പറഞ്ഞ വിളവെടുപ്പ് സൂചിപ്പിക്കുന്ന വിളയാണ്. എല്ലാം മൂത്തുപാകമായി കായ്ച്ച് വിളവ് എത്തിയിട്ടുള്ള കാർഷികോൽപ്പന്നം, അതാണ് ഹെർസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള തികവാർന്ന വിധത്തിലുള്ള വിളവെടുപ്പിന് പാരത്രിക ലോകത്താണ് അത് വേണ്ടത് എന്നാണ് ഒരാൾ ആഗ്രഹിക്കുന്നത്, ഉദ്ദേശിക്കുന്നത് എങ്കിൽ നസിദ് ലഹു ഫീ ഹർസിഹി, അവന്റെ ആ വിളവില്, അവന്റെ ഉൽപാദനത്തില് നാം വലിയ വർധനവ് അവന് നൽകും. വമൻ കാന യുരീദു ഹർസ ദുനിയ, ഭൗതിക ലോകത്തെ വിളവെടുപ്പാണ് ഒരാള് തന്റെ പ്രവർത്തനങ്ങളിലൂടെ
ലക്ഷ്യമിടുന്നതെങ്കിൽ നുഅ്തിഹി മിൻഹ, അതിന്റെ ഒരു പങ്ക് നാം അവന് നൽകും. വമാ ലഹു ഫിൽ ആഖിറതി മിൻ നസീബ്, ആഖിറത്തിലേക്കായിട്ട് അവന് യാതൊരു വിഹിതവും അവശേഷിക്കുകയില്ല. ഓരോരുത്തരുടെയും കർമ്മങ്ങൾ കൊണ്ട് അവരെന്താണോ ലക്ഷ്യമിടുന്നത് അതാണ് അള്ളാഹു നൽകുക. ദുനിയാവിന്റെ നേട്ടങ്ങൾ ആഗ്രഹിച്ച ഒരാൾക്ക് അള്ളാഹു അത് പൂർണ്ണമായിട്ട് ഏതായാലും അയാൾക്ക് നൽകുകയില്ല. ഒരു വലിയ അളവോളം അല്ലെങ്കിൽ ഭാഗികമായിട്ട് അത് നൽകും. പാരത്രിക ലോക നേട്ടമാണ് ഒരാള് അല്ലെങ്കിൽ അങ്ങനെ ഒരു വിളവെടുപ്പാണ് ഒരാൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നാം വലിയ വർധനവുണ്ടാക്കി കൊടുക്കുകയും ചെയ്യും എന്നാണ് അള്ളാഹു ഇവിടെ പറയുകയുണ്ടായത്. ഒരു കർഷകനോടാണ് ഒരു പ്രയത്നങ്ങളിൽ ഏർപ്പെടുന്ന മനുഷ്യനെ, അത് വിശ്വാസിയായാലും അതുപോലെ വിശ്വാസം ഉൾക്കൊള്ളാതെ ചെയ്യുന്ന ആളായാലും അള്ളാഹു ഉപമിക്കുന്നത് ഒരു കർഷകനോടാണ് അവിടെ. അപ്പോ പാരത്രിക ലോകത്ത് നേട്ടം ആഗ്രഹിക്കുന്ന ഒരു കാർഷിക പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരാൾക്ക് അയാളുടെ വിളവെടുപ്പിന് ഒരുങ്ങുമ്പോൾ വളരെ കൂടുതൽ വർധനവുള്ള വിധത്തിൽ വിളവെടുപ്പ് സാധ്യമാകുന്നതായിട്ട് അയാൾക്ക് അനുഭവപ്പെടും. ആ വിധത്തിൽ അള്ളാഹു വർധനവുണ്ടാക്കി കൊടുക്കും. ഐഹിക ലോകത്തെ നേട്ടമാണ് അല്ലെങ്കിൽ വിളവെടുപ്പാണ് ഒരാൾ തന്റെ പ്രവർത്തനങ്ങളിലൂടെ ആഗ്രഹിച്ചതെങ്കിൽ അതിന്റെ ഗണ്യമായ ഒരു പങ്ക് നാം അവന് ഇവിടുന്ന് തന്നെ നൽകും. പാരത്രിക ലോകത്ത് അവൻ യാതൊന്നും ലക്ഷ്യമിട്ടിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അവന് യാതൊന്നും അവശേഷിക്കുകയുമില്ല എന്നാണ് അവിടെ പറഞ്ഞു വെച്ചത്. അതിനെ തുടർന്ന് മറ്റൊരു വിഷയത്തിലേക്ക് കടക്കുകയാണ് നമ്മളിവിടെ. മക്കയിലെ മുശ്രിക്കുകളോട് അവരുടെ വിശ്വാസപരമായ അടിത്തറയെ പുനഃപരിശോധിക്കാൻ ആവശ്യപ്പെടുന്ന വിധത്തിലുള്ള ഒരു ലോജിക്കൽ ആർഗ്യുമെന്റ് ആണ് അള്ളാഹു ഇവിടെ പ്രസന്റ് ചെയ്യുന്നത് എന്നുള്ളത് കാണാൻ കഴിയും. അംലഹും ശുറക്കാ, അവർക്ക് ശരീക്കുകൾ ഉണ്ടെന്നാണോ അവരുടെ അവകാശവാദം? എല്ലാം അവർക്ക് ഒരുക്കി കൊടുത്തിട്ടുള്ളത് അള്ളാഹുവാണ് എന്ന വസ്തുത നേരത്തെ പലതവണ അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ്. എന്നിട്ടും അങ്ങനെയല്ല, അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്ന ശരീക്കുകൾ ശുറക്കാ ഉണ്ട് എന്നതാണ് അവര് പറയുന്നതെങ്കിൽ ശറഉ ലഹും മിനദ്ദീനി മാലം യഅ്ദൻ ബിഹില്ല, അള്ളാഹു അനുവദിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ ദീനിൽ അവർക്ക് നിയമമാക്കി കൊടുക്കുന്ന ശുറക്കാ അവർക്കുണ്ട് എന്നാണോ അവരുടെ വാദം? ഇതാണോ അവര് പറയുന്നത്? മനുഷ്യന് പിന്തുടരേണ്ടതായ ഒരു ജീവിതക്രമവും ജീവിത സരണിയും ഒരു ജീവിത വ്യവസ്ഥയും അതിന്റെ നിയമ സംവിധാനങ്ങളും ഒക്കെ തന്നെ മനുഷ്യന് അന്യൂനമായ വിധത്തിൽ, അതിന്റെ തികവാർന്ന വിധത്തില് നൽകിയിട്ടുള്ളത് പ്രവാചകന്മാരും മുഖേന അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. ലോകത്ത് മനുഷ്യന് ഒരു നൈതിക വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലുള്ള ജീവിതം സാധ്യമാകണമെങ്കിൽ ന്യായാന്യായങ്ങൾ പരിശോധിച്ചുകൊണ്ട് ശരി തെറ്റുകളെ അടിസ്ഥാന മാനദണ്ഡമായി മനസ്സിലാക്കിക്കൊണ്ട് ഒരു ജീവിതക്രമം സാധ്യമാവണമെങ്കിൽ അതിന് പടച്ച തമ്പുരാൻ മനുഷ്യർക്കായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള ദീന് തന്നെ പിൻപറ്റേണ്ടതുണ്ട്. അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ഹഖിനെയും അദലിനെയും ഉൾക്കൊള്ളുന്ന ഒരു ജീവിതക്രമം മനുഷ്യന് സാധ്യമാവുള്ളൂ. സത്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നീതി നിർവഹിക്കപ്പെടുന്ന വിധത്തിലുള്ള സാമൂഹ്യ രാഷ്ട്രീയ ജീവിത സാമ്പത്തിക ബന്ധങ്ങൾ സാധ്യമാവണമെങ്കിൽ അതിന് മാനദണ്ഡമാവുന്ന ഒരു ദീൻ, അതാണ് അള്ളാഹു മനുഷ്യർക്കായിട്ട് പ്രവാചകന്മാർ മുഖേന നൽകിയിട്ടുള്ളത്. അപ്പോ എന്നിട്ട് അത് ഉൾക്കൊള്ളാൻ കൂട്ടാക്കാതെ ശരീക്കുകളുണ്ട് എന്ന നിലക്ക് അള്ളാഹുവിനെ പോലെ തങ്ങൾക്ക് ഈ വക കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്ന ദിവ്യത്വത്തില് പങ്കാളിത്തമുള്ള ചിലരുണ്ട് എന്നതാണ് അവരുടെ മനസ്സിലിരിപ്പോ അല്ലെങ്കിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതോ എങ്കിൽ അവര് അള്ളാഹുവിന്റെ അനുമതി ഇല്ലാതെ തന്നെ ഇവർക്കായിട്ട് ചില നിയമങ്ങളും വ്യവസ്ഥയും ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്
അങ്ങനെ കൊടുക്കുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത് എങ്കിൽ, അതാണ് എങ്കിൽ അതിന് അള്ളാഹുവിന്റെ പ്രതികരണം തുടർന്ന് പറയുന്നുണ്ട്. അതിലേക്ക് എത്തുന്നതിന് മുമ്പ് ഈ കാര്യം ഒന്നുകൂടി വ്യക്തമാക്കാം. അം ലഹും ശുറക്കാ, അവർക്ക് ശുറക്കാ ഉണ്ടെന്നാണോ അവരുടെ വാദം? ശറഊ ലഹും, എന്താണ് ഈ ശുറക്കാ ചെയ്തിട്ടുള്ളത്? അവർക്കുള്ള ശരീഅത്ത് ഉണ്ടാക്കി കൊടുത്തു. അള്ളാഹുവിന് പുറമെ അള്ളാഹുവാണ് മനുഷ്യന് പിന്തുടരേണ്ട നിയമവ്യവസ്ഥ നൽകിയിട്ടുള്ളത്. അത് അക്കാര്യം മുകളില് അള്ളാഹു സൂചിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. എന്താണ് അൻസലൽ മീസാൻ എന്ന് പറഞ്ഞുകൊണ്ട് അത് സൂചിപ്പിച്ചിട്ടുണ്ട്. അദലിന്റെ കാര്യം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നീതി നടപ്പിലാക്കുന്നവനായി നിലകൊള്ളാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. അതിനെ തുടർന്ന് എന്നിട്ടും അത് ഉൾക്കൊള്ളാൻ സന്നദ്ധരാവാതെ നിൽക്കുന്ന ഈ ആളുകൾ സങ്കല്പിക്കുന്നത് അള്ളാഹു അവർക്ക് ശരീഅത്ത് നൽകിയതുപോലെ, ഒരു നിയമവ്യവസ്ഥ നൽകിയതുപോലെ അവർക്ക് അള്ളാഹു അനുവദിച്ചിട്ടില്ലാത്ത കാര്യങ്ങളിൽ ഇളവോ ആനുകൂല്യമോ ഒക്കെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു ശരീഅത്ത് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന വേറെ ആരെങ്കിലും ഉണ്ട് എന്നാണോ അവർ കരുതുന്നത്? അല്ലെങ്കിൽ അവരങ്ങനെ പലരെയും സങ്കല്പിക്കുന്നുണ്ടാകും. നിയമവ്യവസ്ഥ ഉണ്ടാക്കി നടപ്പിലാക്കി ജനങ്ങൾ അതനുസരിച്ചാണ് ജീവിക്കേണ്ടത് എന്നൊക്കെ അവകാശപ്പെടുന്ന എന്ന വിധത്തിൽ അവരെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ രാഷ്ട്രീയ വ്യവസ്ഥയുടെ ഒക്കെ ആളുകൾ ഉണ്ടാവും. അപ്പം അത്തരം ആളുകള് അള്ളാഹു നിർവഹിച്ചിരിക്കുന്ന ഈ കാര്യം അള്ളാഹു അനുവദിക്കാത്ത വിഷയങ്ങളിലൊക്കെ അനുവാദം നൽകിക്കൊണ്ട് ശരീഅത്തുണ്ടാക്കി അവർക്ക് നൽകി അല്ലെങ്കിൽ നൽകുന്നു എന്നാണോ അവർ കരുതുന്നത്? ഇനി അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഈ നിയമവ്യവസ്ഥക്ക് ബദലായിട്ട് അതിന് പകരമായി വേറെ ചിലതാണ് പിന്തുടരേണ്ടത്, വേറെ ചില നിയമവ്യവസ്ഥയാണ് പാലിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളെ അവര് അള്ളാഹുവിനോടൊപ്പം ശരീക്കുകളായിട്ട് കാണുകയാണോ? അങ്ങനെയാണെങ്കിൽ അള്ളാഹു ചോദിക്കുകയാണ്. അള്ളാഹു തുടർന്ന് പറയുന്ന വലൗലാ കലിമത്തുൽ ഫസ്ലി, ഒരു വേർതിരിവിന്റെ വചനം, കാര്യങ്ങളിൽ ഒരു വേർതിരിവുണ്ടാക്കുന്ന ഒരു പ്രസ്താവന, ഒരു വചനം നാം നേരത്തെ നടത്തിയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ, അങ്ങനെ ഒരു വചനം നാം നേരത്തെ ഒരു പ്രഖ്യാപനമായി നടത്തിയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ലഖുളിയ ബൈനഹും, ഈ ഒരൊറ്റ സംസാരത്തിന്റെ പേരിൽ അള്ളാഹുവിനോടൊപ്പം ശുറക്കാ ഉണ്ട്, അവര് ഞങ്ങൾക്ക് ശരീഅത്ത് തന്നിട്ടുണ്ട്, അള്ളാഹു തന്നതിൽ പല നിയന്ത്രണങ്ങളും ഉണ്ടായിരുന്നതിലൊക്കെ ഇളവ് നൽകിക്കൊണ്ട് അള്ളാഹുവിന്റെ അനുമതി ഇല്ലാത്ത പലതും ഞങ്ങൾക്ക് അനുവദിച്ചു തരുന്ന ഒരു ശരീഅത്ത് വേറെ ചിലര് നൽകിയിട്ടുണ്ട് എന്നൊക്കെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ സംസാരത്തിന്റെ പേരിൽ മാത്രമായിട്ട് ലഖുളിയ ബൈനഹും, അവരുടെ കാര്യത്തില് തീരുമാനിക്കപ്പെടുമായിരുന്നു, ഒരു ഖലാ ഉണ്ടാകുമായിരുന്നു, അവരുടെ കാര്യത്തിൽ ഒരു വിധി തീർപ്പ് നടപ്പിലാക്കപ്പെടുമായിരുന്നു. എങ്ങനെയാണെങ്കിൽ അള്ളാഹു ഓരോരുത്തർക്കും ഒരു അജല് നിശ്ചയിച്ചിട്ടുണ്ട്. ആ അജൽ എത്തുന്നതോടെ യൗമുൽ ഖിയാമത്തിലാണ് ആളുകളുടെ കാര്യത്തിൽ അവര് സ്വീകരിച്ച പിന്തുടർന്ന ജീവിത സരണികളുടെ ഒക്കെ കാരണത്താൽ അവരുടെ കാര്യത്തില് വിധി തീർപ്പുണ്ടാവുന്നത് ആ സമയം എത്തുമ്പോൾ മാത്രമാണ് എന്ന അള്ളാഹുവിന്റെ കലിമത്തുൽ ഫസ്ല് അതുണ്ടായിരുന്നില്ലെങ്കിൽ ഇപ്പൊ തന്നെ ഇവരുടെ ഈ സംസാരത്തിനോടുള്ള പ്രതികരണം എന്ന നിലയ്ക്ക് അവരുടെ കാര്യം ആയിട്ടുണ്ടാകുമായിരുന്നു എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അത്രയും കടുപ്പമുള്ള സംസാരമാണത്. നേരത്തെ ചിലയിടത്ത് ഈസ മറിയമ്മിനെ അള്ളാഹുവിന്റെ പുത്രനാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ആകാശം അവരുടെ മേൽ ഇടിഞ്ഞു വീഴുന്ന വിധത്തില് അള്ളാഹുവിന്റെ കോപം പ്രകടമാകുമായിരുന്നു എന്ന് സൂചിപ്പിച്ചേക്കാണ്. അപ്പൊ അള്ളാഹുവിന്റെ സ്വത്വത്തെയും അള്ളാഹുവിന്റെ ഔന്നത്യത്തെയും വെല്ലുവിളിക്കുന്ന വിധത്തിലുള്ള സംസാരം നടത്തുന്നത് കടുത്ത ദൈവധിക്കാരമാണ്, ദൈവനിന്ദയാണ്. അങ്ങനെ അള്ളാഹുവിനെ നിന്ദിക്കുന്ന ആളുകൾ, ദൈവനിന്ദ നടത്തുന്ന ആളുകൾ, അവരുടെ വായിലൂടെ പുറത്തേക്ക് വരുന്ന വാക്കുകൾ മാത്രം മതി അള്ളാഹുവിന്റെ കോപശാപങ്ങൾ അവരുടെ മേൽ പതിക്കാൻ. പക്ഷെ അത് ഉടനെ ഉണ്ടാകുന്നത് നിങ്ങൾ കാണുന്നില്ല. അതിന്റെ ഒരേ ഒരു കാരണം അള്ളാഹു എല്ലാവർക്കും ഒരു അജല് നിശ്ചയിച്ചിട്ടുണ്ട്. ആ
നിശ്ചയപ്രകാരം മാത്രമേ അള്ളാഹുവിന്റെ നടപടി ഉണ്ടാവുകയുള്ളൂ എന്ന് നേരത്തെ തന്നെ അള്ളാഹു പ്രഖ്യാപിച്ചത് കൊണ്ട് മാത്രമാണ്. അങ്ങനെ ഒരു പ്രഖ്യാപനം അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇവരുടെ കാര്യത്തില് എപ്പോഴോ നടപടി ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടാകും എന്നാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. അം ലഹും ശുറക്കാഉ ശറഉ ലഹും മിനദ്ദീനി മാലം യഅ്ദൻ ബിഹില്ല. അള്ളാഹുവിന്റെ അനുമതിയില്ലാത്ത വിഷയങ്ങളിൽ അല്ലെങ്കിൽ കാര്യങ്ങളിൽ അവർക്ക് ദീനി നിയമങ്ങൾ നൽകുന്ന ശുറക്കാ അവർക്ക് വേറെ ഉണ്ട് എന്നാണോ അവർ സങ്കല്പിക്കുന്നത്? അപ്പൊ ഇവിടെ അവർക്കൊരു ദീനി നിയമവ്യവസ്ഥ നൽകുകയാണ്. അങ്ങനെ നൽകുന്ന ഒരു ശരീക്ക് അത് ആരായിരിക്കും? ഒരു ആലോചന ആവശ്യമുണ്ട് അത് സംബന്ധമായിട്ട്. അള്ളാഹുവിന്റെ സ്ഥാനത്ത് അള്ളാഹുവിനോട് ചേർത്ത് വെച്ച് അവർ ആരാധിക്കുന്ന വിഗ്രഹങ്ങളോ മൂർത്തികളോ രൂപങ്ങളോ ഒന്നുമല്ല ഇവിടെ പരാമർശിക്കപ്പെടുന്നത് എന്നത് വളരെ വ്യക്തമാണ്. ഒരു വിഗ്രഹവും പേനയും കടലാസും എടുത്തു വെച്ച് നിയമങ്ങൾ എഴുതി ഉണ്ടാക്കി തരാറില്ല. അല്ലെങ്കിൽ അങ്ങനെ ആരാധിക്കപ്പെടുന്ന ഒരു മൂർത്തിയും അങ്ങനെ ചെയ്യാറില്ല. വിഗ്രഹങ്ങളോ രൂപങ്ങളോ മൂർത്തികളോ ഒന്നുമല്ല. മറിച്ച് ഒരു സമൂഹത്തില് സാമൂഹ്യ രാഷ്ട്രീയ തലങ്ങളിൽ കൈകാര്യകർത്താക്കളായിട്ട് വരുന്ന ആളുകൾ എല്ലാ ഘട്ടങ്ങളിലും നിയമം ഉണ്ടാക്കിയ ആളുകളുടെ മേൽ അടിച്ചേൽപ്പിക്കാറുണ്ട്. അത് ദൈവികമായ നിയമമാണ്, ദൈവനിർദ്ദേശപ്രകാരമാണ് ഞാൻ അത് തരുന്നത് എന്ന് വരെ പറയുന്ന ധിക്കാരികളായ ഭരണാധികാരികള് ലോകത്ത് പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ തന്നെ അവരിൽ ചിലരെ പരാമർശിച്ചത് നമ്മൾ വിശദമായിട്ട് കാണുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രതിനിധിയായിക്കൊണ്ടാണ് താൻ ഇക്കാര്യം പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പൂർവകാലത്തെ പല സ്വേച്ഛാധിപതികളും അധികാരം വാണിരുന്നത്. അവര് സ്വന്തമായിട്ട് പല നിയമങ്ങളും ഉണ്ടാക്കുകയും പലപ്പോഴും ദൈവിക നിയമങ്ങളിൽ വെള്ളം ചേർത്തും അതുപോലെ അതിൽ ഡൈല്യൂഷൻ ഉണ്ടാക്കിയും അതിന്റെ ഘടനയെ സ്വഭാവത്തെയൊക്കെ മാറ്റിമറിച്ചും ഒക്കെ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് ഭരണാധികാരികള് അധികാരം കൈയാളുന്നവര് പല ചരിത്രഘട്ടങ്ങളിലും ചെയ്തിട്ടുള്ളത് നമുക്കറിയാം. നമ്മുടെ കാലഘട്ടത്തിലും ഒരു വ്യക്തി എന്നതിലേക്ക് അതിനെ ചുരുക്കി പറയാൻ പ്രയാസമുണ്ട് എന്നത് ഒഴിച്ചു നിർത്തിയാൽ അധികാരം കൈയാളുന്നവരെപ്പോഴും ചെയ്യുന്നത് ഇത് തന്നെയാണ്. ദൈവിക നിയമവ്യവസ്ഥയാണ് പാലിക്കപ്പെടേണ്ടത് എന്നത് അള്ളാഹു പ്രവാചകന്മാര് മുഖേന പഠിപ്പിക്കപ്പെട്ട ഒരു അവസ്ഥ നിലനിൽക്കുമ്പോൾ തന്നെയാണ് അവര് പല കാര്യങ്ങളിലും സ്വന്തമായിട്ട് ദൈവിക നിയമങ്ങൾക്ക് വിരുദ്ധമായ നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. നമ്മൾ എത്രയോ കാണുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോ സ്വവർഗരതി അനുവദനീയമായിക്കൊണ്ട് നിയമം ഉണ്ടാക്കി. വിവാഹപ്രായത്തിന് അള്ളാഹു നിശ്ചയിച്ച ദൈവിക അധ്യാപനങ്ങളുടെ ഭാഗമായിട്ടുള്ളതല്ലാത്ത നിയമങ്ങൾ ഉണ്ടാക്കി. അതുപോലെ മദ്യം മയക്കുമരുന്ന് പോലെയുള്ള സംഗതികൾക്ക് നിയമങ്ങൾ ഉണ്ടാക്കി. കൊലപാതകത്തിന് അവർക്ക് തോന്നിയ വിധത്തിലുള്ള ശിക്ഷ നിയമമാക്കി. അങ്ങനെ ഏതേത് ജീവിത മേഖലയിലാണെങ്കിലും ദൈവിക നിയമനിർദ്ദേശങ്ങളെ അതിന്റെ കാഠിന്യമോ പാരുഷ്യമോ അല്ലെങ്കിൽ അതിന്റെ വേറെ എന്തെങ്കിലും തലമോ അത് ഉൾക്കൊള്ളാൻ കൂട്ടാക്കാത്ത വിധത്തില് അതിൽ പല ഇളവുകളും നൽകിയിട്ട് അള്ളാഹു അനുവദിക്കാത്ത പല സംഗതികളും അനുവദനീയമാക്കിക്കൊണ്ടുള്ള നിയമം ഉണ്ടാക്കുകയാണ് ഭരണം കൈയാളുന്ന ആളുകൾ, നിയമം കൈയാളുന്ന ആളുകൾ, ജനങ്ങളെ നിയന്ത്രിക്കുന്ന ആളുകളൊക്കെ. അപ്പൊ ഈ ആളുകളാണ് ഇവിടെ ശുറക്ക ആയിട്ട് അള്ളാഹു പരാമർശിക്കുന്നത് എന്നത് വളരെ വ്യക്തമാണ്. ഇതൊരിക്കലും തന്നെ വിഗ്രഹമോ ദൈവിക കഴിവുകളുള്ള മൂർത്തികൾ എന്ന് അവർ കരുതുന്നവരോ ഒന്നും ചെയ്തതല്ല. മറിച്ച് ജനങ്ങൾക്കിടയിൽ തന്നെ ജനങ്ങളെ നിയന്ത്രിക്കുന്ന അടക്കി വാഴുന്ന വിധത്തിൽ അധികാരത്തിൽ വന്നിട്ടുള്ളവർ ദൈവിക നിർദ്ദേശങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് സ്വന്തം നിലക്ക് മനുഷ്യര് പാലിക്കാനായി അവര് ദൈവിക നിയമങ്ങളിൽ വെള്ളം ചേർത്തും ഇടപെടൽ നടത്തിയും ഇളവ് നൽകിയും ഒക്കെ സ്വന്തമായിട്ട് നിയമങ്ങൾ ഉണ്ടാക്കുകയാണ്. അപ്പൊ അങ്ങനെ നിയമം ഉണ്ടാക്കിയ വേറെ ഒരു ശരീക്ക് അവർക്ക് അനുസരിക്കപ്പെടാനുണ്ട്
എന്നാണോ ഈ കൂട്ടര് പറയുന്നത്? മനുഷ്യന്റെ സ്രഷ്ടാവ് അള്ളാഹുവാണ്. അവന്റെ പരിപാലകനും സംരക്ഷകനും അന്നദാതാവും ഒക്കെ അള്ളാഹുവാണ്. ആ അള്ളാഹുവാണ് മനുഷ്യര് പാലിക്കേണ്ട നിയമങ്ങള് എന്താണ് എന്നത് പഠിപ്പിക്കേണ്ടതും പഠിപ്പിക്കുന്നതും. എന്നാൽ ആ അള്ളാഹു സ്രഷ്ടാവായ റബ്ബ് പഠിപ്പിച്ച നിയമവും ആ നിയമങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ജീവിത വ്യവസ്ഥയും മാറ്റിവെച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഇതിലൊക്കെ ദൈവിക നിയമങ്ങളുടെ കാര്യത്തിൽ ഇളവുണ്ടാക്കി തരുന്ന, അള്ളാഹു അനുവദിക്കാത്ത ചിലതൊക്കെ ഞങ്ങൾക്ക് അനുവദനീയമാക്കി തരുന്ന ഒരു കൂട്ടര് ഈ കാര്യങ്ങളിലൊക്കെ അധികാരമുള്ളവരായിട്ടുണ്ട്. അവര് ഞങ്ങളുടെ ശരീക്കുകളാണ്. അള്ളാഹുവിനോടൊപ്പം തന്നെ ഞങ്ങൾ ആരാധിക്കുകയും പരിഗണിക്കുകയും ഒക്കെ ചെയ്യേണ്ട ദിവ്യന്മാരാണ് അവര്. ഞങ്ങൾ അവർക്ക് കൂടി വിധേയപ്പെട്ടുകൊണ്ടേ നിലകൊള്ളുകയുള്ളൂ എന്ന് ആളുകൾ പറയുന്ന വിധത്തില് അവരുടെ മേൽ അധികാരം കൈയാളുന്ന ചില ശരീക്കുകളുണ്ട് എന്നാണോ ഇവര് വാദിക്കുന്നത്? അതാണോ ഇവരുടെ മനസ്സിൽ അല്ലെങ്കിൽ അവരുടെ സംസാരത്തിൽ വെളിപ്പെടുന്ന സംഗതി? അങ്ങനെയാണ് അവർ പറയുന്നതെങ്കിൽ വളരെ വ്യക്തമായിട്ടും അള്ളാഹുവിന് നൽകേണ്ട പരിഗണന അല്ലെങ്കിൽ അള്ളാഹുവിന് പൂർണ്ണമായി വിട്ടുകൊടുക്കേണ്ടതായ ചില മേഖലകളെ മറ്റു പലർക്കും ഇവർ വിട്ടുകൊടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അവർ പച്ചയായിട്ടും ചെയ്യുന്നത് ശിർക്കാണ്. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. ദൈവിക നിയമങ്ങൾക്ക് വിരുദ്ധമായി നിയമങ്ങൾ ഉണ്ടാക്കിയിട്ട് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയും അത് പിന്തുടരണമെന്ന് അവരോട് നിർദ്ദേശിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവര് ആണ് അക്ഷരാർത്ഥത്തിൽ താഗൂത്തുകൾ. ഖുർആൻ അത് വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ പലപ്പോഴും അത് വിശദീകരിച്ചിട്ടുള്ളതാണ്. അത്തരം താഗൂത്തുകളാണ് ഇവരുടെ ശരീക്കുകളായിട്ട് ഇവിടെ ഉള്ളത്. ആ താഗൂത്തുകളെ കൂടി ഞങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. അവർക്ക് കൂടി ദിവ്യത്വം ഉള്ളതായിട്ട് ഞങ്ങൾ കാണേണ്ടതുണ്ട്. അവരെ കൂടി ഞങ്ങൾ അനുസരിക്കുകയും അവർക്ക് കൂടി ഞങ്ങൾ വിധേയപ്പെടുകയും ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഈ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്കിൽ അതാണ് ഏറ്റവും വലിയ ശിർക്ക്, ഏറ്റവും കടുപ്പമുള്ള ദൈവനിന്ദ എന്ന് പറയാവുന്നത് അതാണ്. ആ ഒരൊറ്റ കാരണത്താൽ തന്നെ ഇവരുടെ കാര്യത്തിൽ തീർപ്പാക്കപ്പെടുമായിരുന്നു എന്നാണ് അള്ളാഹു പറയുന്നത്. തീർപ്പാക്കപ്പെടാതിരിക്കുകയും ഈ ആളുകൾക്ക് തുടർന്ന് ജീവിക്കാനുള്ള അവസരം ലഭിക്കുകയും ചെയ്യുന്നതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ. അള്ളാഹു ഒരു കലിമത്തുൽ ഫസ്ല് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. കാര്യങ്ങളിൽ ഒരു തീർപ്പ് കൽപ്പിക്കുകയും ഒരു വേർതിരിവുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു നാളിനെ, ഒരു സന്ദർഭത്തിനെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ അജല് വരെ നാം അവസരം നൽകിയിരിക്കുന്നു എന്ന കാര്യം നാം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ, ആ കലിമത്തുൽ ഫസ്ല് നേരത്തെ അള്ളാഹു പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ, ഈ ഫസ്ല് എന്നത് പലയിടത്തും വേറെയും സൂചന കാണും. യൗമുൽ ഫസ്ൽ എന്നൊക്കെ ഖുർആൻ പറയുന്നു. കാര്യങ്ങളിൽ വേർതിരിവ് ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ദൈവിക വിധി തീർപ്പിന്റെ പ്രഖ്യാപനം ഉണ്ടാവുന്ന നാളാണത്. അത് യൗമുസാഅത്ത് തന്നെയാണ്, യൗമുൽ ഖിയാമ. അപ്പൊ അതിന് അള്ളാഹു ഒരു അജല് നിശ്ചയിച്ചിട്ടുണ്ട് എന്ന കാരണത്താൽ മാത്രമാണ് ഇപ്പോ ഈ ധിക്കാരം പ്രവർത്തിച്ചതിന്റെ പേരിൽ അവർക്കെതിരിൽ നടപടി ഉടനടി ഉണ്ടാവാതിരിക്കുന്നത്. ഇതാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്ന കാര്യം. അല്ലാതെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതിയും ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതിയും നിസ്സാരമായ മാപ്പാക്കപ്പെടാവുന്ന കാര്യങ്ങളായതുകൊണ്ട് അവർക്ക് അള്ളാഹു മാപ്പാക്കിയതാണ്, അള്ളാഹു വിട്ടുവീഴ്ച ചെയ്തതാണ് എന്നാരും മനസ്സിലാക്കണ്ട. മറിച്ച് അവർക്കുള്ള നടപടി, അവരുടെ കാര്യത്തിലുള്ള വിധി തീർപ്പ് നടപ്പിലാക്കുന്നതിന് അള്ളാഹു ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് മാത്രമാണ് അവരുടെ കാര്യത്തിൽ ഇപ്പോ അങ്ങ് തീർപ്പായി പോവാത്തത് എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ നിയമവ്യവസ്ഥ പിൻപറ്റുക എന്നത് അള്ളാഹു മനുഷ്യരാശിയോട് കണിശമായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയാണ്. മനുഷ്യരെ പിന്തുടരേണ്ടത് ദൈവിക നിയമങ്ങൾ രൂപകൽപ്പന ചെയ്ത് നൽകിയിട്ടുള്ള ആ ദീനിനെയാണ്. അതാണ് ദൈവിക വ്യവസ്ഥ. ആ ദൈവിക വ്യവസ്ഥയിലെ മനുഷ്യര് പാലിക്കേണ്ട നിയമവ്യവസ്ഥക്കാണ് ശരീഅത്ത് എന്ന് പറയുന്നത്. ആ ശരീഅത്തിന് പകരമായിട്ട് അള്ളാഹു അനുവദിക്കാത്തത് ഞങ്ങൾക്ക് അനുവദിച്ചു തരുന്ന ചില ശുറക്കാകളുണ്ട്
അവരോട് ഞങ്ങൾ വിധേയത്വം കാണിക്കേണ്ടതുണ്ട് എന്ന നിലയ്ക്ക് ഈ കൂട്ടർ പറയുന്നുവെങ്കിൽ അത് ഫിറഔനാണ് നമ്മുടെ കൺമുന്നിൽ പലപ്പോഴും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലെ സ്വേച്ഛാധിപതികളാണ്. ഭരണവും അധികാരവും കൈയാളുന്ന ദൈവനിന്ദ ചെയ്തുകൊണ്ടിരിക്കുന്ന ധിക്കാരികളാണ്. ദൈവിക വ്യവസ്ഥയ്ക്ക് കീഴ്പ്പെടാൻ കൂട്ടാക്കാതിരിക്കുന്ന മനുഷ്യരെ അടക്കി വാഴുന്ന സ്വേച്ഛാധിപതികളൊക്കെയാണ്. അത്തരം ആളുകളെ ശരീക്കായിട്ട് അംഗീകരിക്കണം, അവരെ അനുസരിക്കണം, അവർക്ക് വിധേയപ്പെടണം. മതത്തിന്റെ ആളുകളായിട്ട് അറിയപ്പെടുന്ന മതത്തിന്റെ നേതാക്കന്മാര് വരെ പലപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവരെ അനുസരിക്കണം എന്നാണ്. ഇത് തീർത്തും വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങളോട് വിരുദ്ധമായ കാര്യമാണ്. അധികാരികളെ അനുസരിക്കുക എന്നുള്ളതല്ല, നിയമത്തെ നമ്മൾ നീതിയിൽ അധിഷ്ഠിതമായ വ്യവസ്ഥയെയാണ് നമ്മൾ അംഗീകരിക്കേണ്ടത്. അക്രമപരമായി സ്വേച്ഛാധിപത്യപരമായി ദൈവിക നിയമങ്ങൾക്ക് വിരുദ്ധമായി നിയമമുണ്ടാക്കുന്നവരെ അനുസരിക്കുകയും അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക എന്നത് ഇസ്ലാമിക വിശ്വാസം അനുവദിക്കുന്ന ഒരു സംഗതിയേ അല്ല. അത് തെറ്റായ ചില ആശയങ്ങൾ വിശുദ്ധ ഖുർആന്റെ പേരിൽ അടിച്ചേൽപ്പിക്കുന്ന, വിശുദ്ധ ഖുർആന്റെ ആശയത്തിൽ നിന്ന് ലോകത്തെ വഴിതെറ്റിക്കുന്ന തരം ചില പൗരോഹിത്യ രൂപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അം ലഹും ശുറക്കാഉ ശറഉ ലഹും മിനദ്ദീനി, അവർക്ക് ചില ശുറക്കാ ഉണ്ടെന്നാണോ അവരുടെ വാദം? അവർക്കായിട്ട് ദീനിൻ്റെതായ ചില ശരീഅത്തുകള്, ചില നിയമവ്യവസ്ഥകൾ ഉണ്ടാക്കി കൊടുക്കുന്ന ചില ശുറക്കാ. മാലം യഅ്ദൻ ബിഹില്ല, അള്ളാഹു അനുവദിച്ചു തന്നിട്ടില്ലാത്ത കാര്യങ്ങളിൽ സ്വന്തമായിട്ട് ശരീഅത്ത് ഉണ്ടാക്കിയിട്ട് അത് നിങ്ങൾ പിന്തുടരണം എന്ന് പറയുന്ന ചില ശുറക്കാ അവർക്ക് ഗൗനിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നതെങ്കിൽ, വലൗല കലിമത്തുൽ ഫസ്ലി, കലിമത്തുൽ ഫസ്ൽ ഉണ്ടായിപ്പോയി എന്നൊരൊറ്റ കാരണത്താൽ മാത്രമാണ്, അല്ലെങ്കിൽ ലഖുലിയ ബൈനഹും, അവർക്കിടയിൽ തീരുമാനം കൽപ്പിക്കപ്പെട്ടു പോകുമായിരുന്നു. ഇതിനകം തന്നെ അവർക്കിടയിൽ അവരുടെ കാര്യത്തിൽ തീർപ്പാകുമായിരുന്നു. വൈനല്ലാലിമീന ലഹും അദാബുൻ അലീം, നിശ്ചയമായിട്ടും അതിക്രമകാരികൾക്ക്, ആരാണ് ഇവിടെ അതിക്രമകാരികൾ? ഈ ശുറക്കാ ഉണ്ട് എന്ന് പറയുന്നവരും ആ ശുറക്കാന് വിധേയപ്പെടണം എന്ന് പറയുന്നവരും, ഞങ്ങളാണ് അള്ളാഹുവിന്റെ പ്രതിനിധിയായിട്ട് നിങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത്, നിങ്ങൾ ഞങ്ങളെ അനുസരിക്കണം എന്ന് പറയുന്ന സ്വേച്ഛാധിപതികളും ഒക്കെ ഈ ഗണത്തിൽ പെടുന്നവരാണ്, ഈ ലാലിമുകളിൽ. എന്നിട്ട് അള്ളാഹു പറയുന്നത് വൈന്ന ലാലിമീന, ഈ ലാലിമുകൾ ലഹും അദാബുൻ അലീം, അവർക്ക് വളരെ വേദനയേറിയ ശിക്ഷയാണുള്ളത്, ആ ശിക്ഷയാണ് അവർ കാത്തിരിക്കുന്നത്. അപ്പൊ ഈ കാര്യത്തില് അള്ളാഹു വ്യക്തമാക്കുന്ന ഒരു സംഗതി, ളുൽമ് എന്ന് പറയുന്നത് ദൈവിക വ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണ്. ആ വിധത്തില് അള്ളാഹുവിന്റെ സ്ഥാനത്ത് അള്ളാഹുവിനോടൊപ്പം മറ്റുള്ളവരെ അനുസരിക്കാൻ കൂട്ടാക്കുന്നവരാണ്. തങ്ങളെ ദൈവിക പ്രതിനിധികൾ എന്ന നിലക്ക് അനുസരിക്കണം എന്നോ, അല്ലെങ്കിൽ തങ്ങളാണ് ഇവിടെ കൈകാര്യകർത്താക്കള്, അതുകൊണ്ട് തങ്ങൾക്ക് വിധേയപ്പെടണം എന്നോ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഇവരൊക്കെയും ലാലിമുകളാണ്. ഈ ലാലിമുകളുടെ നടപടികൾ, അതാണ് ലുൽമ്. അങ്ങനെ ലുൽമ് ചെയ്യുന്ന ആളുകൾ, ലുൽമ് ചെയ്യാത്തവരെന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ദീനിനെയും അതിന്റെ അടിസ്ഥാനത്തിലുള്ള ശരീഅത്തിനെയും അംഗീകരിച്ച് ആ വ്യവസ്ഥ അനുസരിച്ച് ജീവിക്കുന്നവരാണ് ലാലിമല്ലാത്ത ആള്. അള്ളാഹ്ക്ക് വിധേയപ്പെട്ട ആള്, മുസ്ലിമാണ് അയാൾ. അങ്ങനെ ചെയ്യുന്ന ആള് മുസ്ലിമിന്റെ നേരെ വിപരീതമായിട്ട് വരുന്ന ഒരു പദമാണ് ലാലിം. അള്ളാഹുവിന് വിധേയപ്പെടുന്ന ആളാണ് മുസ്ലിം. അള്ളാഹുവിനെ വെല്ലുവിളിച്ചുകൊണ്ട് അള്ളാഹുവിനെ ധിക്കരിക്കുന്നവനാണ് ലാലിം. അത് നേതാക്കന്മാരിലും ഉണ്ടാകും, അനുയായികളിലും ഉണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള ലാലിമുകൾ, അവർക്ക് വേദനയേറിയ ശിക്ഷയാണുള്ളത്. അതെന്തേ ഉടനെ വരാത്തത് എന്നൊരു ചോദ്യം ഈ അനുവാചകരുടെ മനസ്സിലുണ്ടാവാം. അതിനുള്ള ഉത്തരം അള്ളാഹു ഇവിടെ നൽകി കഴിഞ്ഞു. നമ്മുടെ ഒരു കലിമത്തുൽ ഫസ്ല് നേരത്തെ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് മാത്രമാണ്. അതല്ലെങ്കിൽ ഇവരുടെ കാര്യത്തിൽ ഇത്രയും കടുത്ത ധിക്കാരപരമായ നിലപാട് സ്വീകരിക്കുന്ന ആളുകളുടെ കാര്യത്തിൽ എന്നേ തീർപ്പ് ഉണ്ടായിട്ടുണ്ടാകുമായിരുന്നു എന്നാണ് അള്ളാഹു പറയുന്നത്. ഈ കാലഘട്ടത്തില് ഇത്തരം ലുൽമ് ചെയ്യുന്നവരായിട്ട് നമ്മൾ മാറുന്നുണ്ടോ എന്നത്
തീർച്ചയായിട്ടും ആലോചനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. താടിക്കാരും തലപ്പാവുകാരും ഒന്നും തന്നെ അള്ളാഹുവിന്റെ വിചാരണയുടെ വേളയില് നമുക്ക് കൂട്ടാളികളായിട്ട് വന്നു നിൽക്കൂല. അവരാരും നമുക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വരില്ല. അള്ളാഹുവിന്റെ കിതാബിന്റെ മാനദണ്ഡം മാത്രമേ അന്ന് നമ്മുടെ മുന്നിൽ ഉണ്ടാവുകയുള്ളൂ. അതനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ അങ്ങനെ പ്രവർത്തിക്കുന്നവർക്ക് അതിൻ്റെതായ സുരക്ഷ അള്ളാഹു നൽകും. അതല്ല അതിന് വിരുദ്ധമായി താടിക്കാരുടെയും തലപ്പാവുകാരുടെയും ഒക്കെ ദുർവ്യാഖ്യാനങ്ങൾ വെച്ചുകൊണ്ട് അതനുസരിച്ചാണ് നമ്മൾ ജീവിക്കാൻ മുതിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ദൈവിക വ്യവസ്ഥയെ വെല്ലുവിളിച്ച ധിക്കാരികളായ, അക്രമികളായ, ലാലിമുകളായ ആളുകളുടെ കൂട്ടത്തില് നമ്മളും അകപ്പെടും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ കാലഘട്ടത്തിൽ വളരെയേറെ സങ്കീർണതയും ആശയക്കുഴപ്പവും ഇസ്ലാമിക പണ്ഡിതന്മാരുടെ വേഷം ധരിച്ചുകൊണ്ട് നടക്കുന്ന പലരും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആളുകളെ ആശയക്കുഴപ്പത്തിൽ ചാടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരൊക്കെയും തന്നെ വിശുദ്ധ ഖുർആന്റെ ആശയ ലോകത്തേക്ക് മടങ്ങണം. അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഓരോ ആയത്തും വളരെ സൂക്ഷ്മമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് വേണം നിലപാടുകൾ രൂപപ്പെടുത്താൻ. അതൊന്നും തെറ്റല്ല, ഇതൊന്നും തെറ്റല്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവര് ഇത്തിബായ് ചെയ്യുന്നതും വിധേയപ്പെടുന്നതും അങ്ങനെ പറയുന്ന ആളുകൾക്ക് മാത്രമാണ്. അവരൊന്നും അള്ളാഹുവിനെ പിൻപറ്റുന്നവരാണ് എന്ന് നമുക്ക് ഒരിക്കലും, അള്ളാഹുവിന്റെ പ്രവാചകന്റെ മാർഗദർശനം സ്വീകരിച്ചവരാണ് എന്ന് നമുക്ക് കരുതാൻ യാതൊരു നിലക്കും നിർവാഹമില്ല. അതുകൊണ്ട് വളരെ ഗൗരവമേറിയ ശ്രദ്ധ പതിയേണ്ട ഒരു വിഷയമാണിത്. തറൽ ലാലിമീന, ഈ ലാലിമുകളെ അള്ളാഹുവിന്റെ പ്രവാചകരെ ഓടായിട്ട് അള്ളാഹു പറയുകയാണ്, പ്രവാചകരെ താങ്കൾക്ക് വൈകാതെ തന്നെ ഈ ലാലിമുകളെ കാണാം. ആരാണ് ഈ ലാലിമുകൾ? അള്ളാഹുവിന്റെ ദീനിനെയും അള്ളാഹുവിന്റെ ശരീഅത്തിനെയും വെല്ലുവിളിച്ച് അതിന് പകരമുണ്ട്, അത് കൊടുക്കുന്ന ആളുകളുണ്ട്, ഞങ്ങൾക്ക് അവരോടുകൂടി വിധേയത്വം കാണിക്കണം എന്നൊക്കെ പറയുന്ന ആളുകൾ. ഈ വിഭാഗം ഒന്നിച്ച് പരാമർശിക്കപ്പെട്ടിരിക്കുന്നത് ഇവിടെ ലാലിമുകൾ എന്ന നിലക്കാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വ്യവസ്ഥയെ വെല്ലുവിളിച്ച് ധിക്കാരം പ്രവർത്തിക്കുന്നവരാണ് ലാലിമുകൾ. ആ ലാലിമുകളെ പ്രവാചകരെ താങ്കൾക്ക് വൈകാതെ കാണാം. ഏതു വിധത്തിലാണ്? മുഷ്ഫിഖീന മിമ്മാ കസബു, അവർ ചെയ്തു പോയതിന്റെ പേരിലുള്ള ഭയപ്പാടിലായിക്കൊണ്ട്. അവരുടെ കാര്യത്തിൽ അള്ളാഹുവിന്റെ തീരുമാനം എന്താകും എന്നതാലോചിച്ച് ഭയപ്പാടിൽ കഴിയേണ്ടി വരുന്ന ഒരവസ്ഥയിൽ വൈകാതെ തന്നെ അവരെ താങ്കൾക്ക് കാണാം എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. ജനങ്ങളെ വഴികേടിലാക്കുന്ന വിധത്തിൽ ദുൽമ ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ട് ലാലിമുകളായി മാറിയ ഈ ആളുകൾ അവര് വരാനിരിക്കുന്ന ഒരു നാളില് വലിയ ഭയപ്പാടിലായിട്ടാണ് കാണപ്പെടുക. താങ്കൾക്ക് അങ്ങനെ കാണാം. കാരണം എന്താണ്? മിമ്മ കസബു, അവർ ചെയ്തു പോയ കാര്യങ്ങളുടെ പേരിൽ. അപ്പൊ ഈ ആളുകൾ ലാലിമുകൾ എന്ന് പറയുന്നത് നമ്മൾ കരുതുന്ന പോലെ ഒരു ക്രൗര്യമുഖം പ്രകടിപ്പിക്കുന്ന ആളുകളൊന്നും ആയിക്കൊള്ളണം എന്നില്ല. പലപ്പോഴും ഈ ലാലിമുകള് ഈ ദൈവിക മാർഗത്തില് നിലകൊള്ളുന്ന ആളുകളെ വഴിതെറ്റിക്കാനായിട്ട് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ജനങ്ങളെ അള്ളാഹുവിൻ്റെതല്ലാത്ത നിയമവ്യവസ്ഥകൾ പിൻപറ്റുന്നവരാക്കി മാറ്റിയ ആളുകളൊക്കെ തന്നെ ആയിരിക്കും പലരും. അപ്പൊ ഇങ്ങനെയുള്ള ലാലിമുകളെ തങ്ങൾ ചെയ്ത ദ്രോഹങ്ങളുടെ, പ്രവർത്തനങ്ങളുടെയൊക്കെ കാരണത്താൽ അള്ളാഹുവിന്റെ തീരുമാനം എന്താകും എന്നതിനെ കുറിച്ച് ഭയപ്പാടോടുകൂടി കഴിയുന്ന ഒരു കാഴ്ച വൈകാതെ തന്നെ താങ്കൾക്ക് കാണാൻ സാധിക്കും. ബഹുവ വാക്കുവൻ ബിഹിം, പക്ഷെ അങ്ങനെ പേടിച്ചത് കൊണ്ടൊന്നും ഒരു ഗുണമില്ല. അത് അവരുടെ മേൽ വന്ന് പതിക്കുക തന്നെ ചെയ്യും. വഖ എന്ന് പറഞ്ഞാൽ സംഭവിക്കുക എന്നാണ്, വാക്യ എന്ന് പറഞ്ഞാൽ സംഭവിക്കുന്നത്. അപ്പോ അവരുടെ ഈ ദുഷ്പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടുള്ള ദൈവിക നടപടി, അതിൽ നിന്ന് അവർക്ക് ഒരു നിലക്കും ഈ ഭയപ്പാടുണ്ടായതുകൊണ്ടൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. അവര് പേടിച്ചരണ്ട് നിൽക്കുന്ന ഒരു നാൾ, അങ്ങനെ ഒരു ദൃശ്യം താങ്കൾക്ക് വൈകാതെ കാണാം. പക്ഷേ ആ ദൈവിക നടപടി അവരുടെ മേൽ വന്ന് പതിക്കുക തന്നെ ചെയ്യും. വഹുവ വാക്യവും ബിഹിം, അവരുടെ ആ ദുൽമിന്റെ കാരണമായിട്ടുള്ള ദൈവിക ശിക്ഷ, അവരുടെ മേലുള്ള ഖളാ, അത് അവരുടെ മേൽ വന്ന് പതിക്കുക തന്നെ ചെയ്യും. അത് അവരുടെ മേൽ യാഥാർത്ഥ്യമായി പുലരും. വല്ലദീന ആമനു, എന്നാൽ അള്ളാഹുവിലും അവന്റെ ദൂതനിലും ഒക്കെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ആ മാർഗദർശനത്തിൽ ഉറച്ചു നിന്ന ആളുകൾ,
വഅമിലു സ്വാലിഹാത്തി, അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള സൽപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്ത ആളുകളുണ്ടല്ലോ, അവരൊരിക്കലും ഈ വിധത്തിൽ ഭയപ്പാടിൽ കഴിയുന്നത് കാണാൻ കഴിയില്ല. അവരുടെ മേൽ ഈ ദൈവിക കോപമോ ശിക്ഷയോ വന്ന് പതിക്കുകയില്ല. മറിച്ച് വിശ്വാസവും സൽക്കർമ്മവും ഈ രണ്ട് സംഗതികളുടെ പേരിൽ വേറിട്ട് നിന്ന ആളുകൾ അവര് ഫീ റൗലാത്തിൽ ജന്നാത്ത്, ഉദ്യാനങ്ങളുടെ തോട്ടങ്ങളിലെ സ്വർഗീയമായ ആരാമങ്ങളിലായിരിക്കും അവര്. ഫീ റൗലാത്തിൽ ജന്നാത്ത്, അവർക്കുള്ള പാരത്രിക ലോക ജീവിതത്തിനായി അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന ജന്നാത്തുണ്ട്. ജന്നാത്തുൽ ഫിർദൗസും അതുപോലെയുള്ള അതിന്റെ റൗലാത്തുകൾ. റൗലത്ത് എന്ന് പറഞ്ഞാൽ തോട്ടം എന്നാണ്, അതിന്റെ ബഹുവചനാണ് റൗലാത്ത്. യഥാർത്ഥത്തില് ആശയപരമായി ഭാഷാപരമായി അതേ അർത്ഥമാണ് ജന്നാത്തിനും ഉള്ളത്. അപ്പൊ ഈ ജന്നാത്തിലെ റൗലാത്തുകളിലായിരിക്കും അവര് എന്നാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്. പ്രത്യേകമായി അലങ്കരിച്ച് ഒരുക്കി വെച്ചിട്ടുള്ള റൗലാത്തുകള് ഈ പാരത്രിക ലോക ജീവിത ഗേഹങ്ങളിലായിട്ട് ഉണ്ടാകും എന്നാണ് അള്ളാഹു സൂചിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കാം. ലഹുമായ യശാഊന ഇൻദ റബ്ബിഹിം, അള്ളാഹുവിന്റെ അടുക്കൽ, തങ്ങളുടെ നാഥന്റെ റബ്ബിന്റെ അടുക്കലായിട്ട് അവർ ഇച്ഛിക്കുന്നതൊക്കെയും അവർക്കായിട്ടുണ്ടാകും. ദാലിക ഹുവൽ ഫദ്ലുൽ കബീർ, അതാണ് ഏറ്റവും മഹത്തരമായ അനുഗ്രഹം. അവരാഗ്രഹിക്കുന്നതൊക്കെയും അവർക്ക് ലഭ്യമാവുന്ന ആ സ്വർഗീയ ആരാമം, അവിടെ ആയിരിക്കും വിശ്വാസികൾ, സൽക്കർമ്മികളായ വിശ്വാസികൾ ഉണ്ടാവുക. അവർക്ക് ഭയപ്പാടോ അല്ലെങ്കിൽ അവരാകെ ഭയവിഹ്വലത പ്രകടിപ്പിക്കുന്ന സാഹചര്യങ്ങളോ ഒന്നും നേരിടേണ്ടി വരില്ല. അതൊന്നും അവരുടേതല്ല. മറിച്ച് അവര് ശാന്തിയും സന്തോഷവും ആനന്ദവും ഒക്കെ അനുഭവിക്കുന്ന, അവരിച്ഛിക്കുന്നതൊക്കെയും അവർക്ക് ഫലപ്രദമായി യാഥാർത്ഥ്യമായിട്ട് അനുഭവിക്കാൻ കഴിയുന്ന ജന്നത്തുകളിലെ റൗലകളിലായിരിക്കും അവരുണ്ടാവുക. അവരാഗ്രഹിക്കുന്നതൊക്കെയും അവിടെ അവർക്കുണ്ടാവും. അതാണ് ഏറ്റവും മഹത്തരമായ അനുഗ്രഹം എന്നാണ് തുടർന്ന് അല്ലാഹു പറയുന്നത്. എന്നിട്ട് അല്ലാഹു പറയാണ്, ഇതാണ് തന്റെ അടിയാറുകൾക്കായിട്ട് അല്ലാഹു സന്തോഷ വൃത്താന്തം അറിയിക്കുന്നത്. അവർക്കായിട്ട് റൗലാത്തുൽ ജന്നാത്ത് ഒരുക്കപ്പെട്ടിട്ടുണ്ട്. അവർ ഇച്ഛിക്കുന്നതൊക്കെയും അവിടെ അവർക്കുണ്ട്. ഇതാണ് ഏറ്റവും വലിയ ഔദാര്യം, ഏറ്റവും വലിയ മഹാഭാഗ്യം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയുകയാണ്, ദാലികല്ലദീ യുബശ്ശിറുല്ലാഹു ഇബാദഹു, ഈ പറഞ്ഞ സംഗതി ഉണ്ടല്ലോ, അതാണ് തന്റെ ഇബാദുകൾക്കായിട്ട് അള്ളാഹു സന്തോഷ വൃത്താന്തമായിട്ട് അറിയിക്കുന്നത്. ആരാണ് ആ ഇബാദുകൾ? അല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, വിശ്വാസം ഉൾക്കൊള്ളുകയും സൽക്കർമ്മികളായിട്ട് ജീവിക്കുകയും ചെയ്ത ആളുകൾ. അപ്പോ അങ്ങനെയുള്ളവർക്കാണ് അള്ളാഹു ഇവിടെ വിവരിച്ചിട്ടുള്ള ഈ സൗഭാഗ്യത്തിന്റെ, ദൈവികമായ ഔദാര്യത്തിന്റെ ഈ സ്വർഗീയ ആരാമം ഒരുക്കിയിട്ടുള്ളത്. എന്നിട്ട് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു നിർദ്ദേശം നൽകുകയാണ്. ഫുൽ, പ്രവാചകരെ ഇങ്ങനെ പറയണം, അവരോട് ഇങ്ങനെ പറഞ്ഞോളൂ. ഇപ്പോ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ സുപ്രധാനമായ ഒരു ദൈവിക ദൗത്യമാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് മക്കയിൽ ഏൽക്കേണ്ടി വരുന്നത് കടുത്ത പരിഹാസവും നിന്ദയും ശത്രുതയും പകയും ഒക്കെയാണല്ലോ. ആ ഒരു സന്ദർഭത്തില് അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയാൻ വേണ്ടി അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, ലാ അസ്അലുക്കും അലൈഹി അജ്റ, ഞാൻ നിങ്ങളോട് ഒരു പ്രതിഫലവും ചോദിക്കുന്നില്ല കേട്ടോ. ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ, അടുത്തവരോടുള്ള ഒരു ഇഷ്ടമല്ലാതെ, അടുപ്പത്തിന്റെ പേരിലുള്ള ഒരു ഇഷ്ടമല്ലാതെ യാതൊരു പ്രതിഫലവും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല. അത് എന്തെങ്കിലും സാമ്പത്തിക മൂല്യമുള്ള ഒരു രൂപത്തിൽ നൽകുന്ന ഒരു കാര്യമല്ല. ഞാൻ അതിലേക്ക് വരാം. അപ്പൊ നിങ്ങളിൽ നിന്ന് പ്രവാചകന്മാരൊക്കെയും തന്നെ തങ്ങളുടെ സമൂഹങ്ങളോട് വ്യക്തമാക്കിയിട്ടുള്ള ഒരു സംഗതി, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഭൗതികമായ അർത്ഥത്തിലുള്ള പ്രതിഫലം ലഭിക്കണം, ഭൗതിക നേട്ടം അതിലൂടെ ഉണ്ടാവണം എന്ന നിലക്ക് അല്ല ഞങ്ങൾ നിങ്ങളോടൊന്നും പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ ഈ ദൗത്യം നിർവഹിക്കുന്നത്, ഈ ദൈവികമായ സന്ദേശം നിങ്ങൾക്ക് പകർന്നു തരുന്നത്, ആ മാർഗത്തിൽ ഒട്ടേറെ ത്യാഗം അനുഭവിക്കുന്നത്, ഇതൊന്നും തന്നെ
നിങ്ങൾ എന്തെങ്കിലും അജറ്, നിങ്ങൾ എന്തെങ്കിലും പ്രതിഫലം, എന്തെങ്കിലും അർത്ഥത്തിലുള്ള പ്രതിഫലം ഞങ്ങൾക്ക് തരും എന്ന് കരുതിക്കൊണ്ടല്ല. ഇതാണ് എല്ലാ പ്രവാചകന്മാരും തങ്ങളുടെ സമൂഹങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഒരു ചെറിയ വ്യത്യാസപ്പെടുത്തൽ അള്ളാഹു നടത്തി കാണാം. ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ എന്നത്. ഖുർബ എന്ന് പറഞ്ഞാൽ അടുത്ത ആളുകൾ എന്നാണ് അർത്ഥം, ഖരീബായ ആളുകൾ. മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ സ്നേഹം, ഇഷ്ടം, ഒരു പ്രിയം, മൈത്രി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോ അടുത്തതിന്റെ പേരിലുള്ള, അടുത്തവരോടുള്ള, അടുത്താണ് എന്ന നിലക്കുള്ള സ്നേഹമല്ലാതെ മറ്റൊന്നും ഞങ്ങൾ നിങ്ങളിൽ നിന്ന് പ്രതിഫലമായിട്ട് തേടുന്നില്ല എന്ന് പറയാനാണ് അള്ളാഹുവിന്റെ പ്രവാചകനോട് ഇവിടെ അള്ളാഹു നിർദ്ദേശിക്കുന്നത്. വമൻ യഖ്തരിഫ് ഹസനതൻ, ആരെങ്കിലും നന്മ നേടുന്നുവെങ്കിൽ, യഖ്തരിഫ് എന്ന് പറഞ്ഞാൽ യക്തസിബ് അല്ലെങ്കിൽ യഫ്അൽ എന്നൊക്കെയാണ് അർത്ഥം. ആരെങ്കിലും നന്മ നേടുന്നു, നന്മ പ്രവർത്തിക്കുന്നുവെങ്കിൽ, നസിദ് ലഹു ഫീഹ ഹുസ്ന, ആ പ്രവർത്തനത്തിൽ നാം അയാൾക്ക് ധാരാളം വർധനവ് നൽകും. അതിനുള്ള പ്രതിഫലം ഒരുപാട് വർദ്ധിപ്പിച്ച് നൽകും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആരെങ്കിലും ഒരു ഹസനത്ത് ചെയ്യാനാണ് മുതിരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഹസനത്തിന്റെ പ്രവർത്തനമാണ് ഒരാൾ നേടുന്നതെങ്കിൽ, വമൻ യഖ്തരിഫ് ഹസനതൻ, ഒരാള് ഹസനത്ത് നിർവഹിക്കുന്നു, നന്മ ചെയ്യുന്നു, നസിദ് ലഹു ഫീഹ ഹുസ്ന, ആ നന്മ ചെയ്യുന്ന പ്രവർത്തനത്തിൽ അയാൾക്ക് നാം ധാരാളം വർധനവ്, നന്മ വർധനവായിട്ട് നൽകുന്നു. ഇന്നല്ലാഹ ഗഫൂറുൻ ഷക്കൂർ, നിശ്ചയമായിട്ടും അള്ളാഹു ഏറെ പുറത്തു കൊടുക്കുന്നവനും അതുപോലെ കൃതജ്ഞത കാണിക്കുന്നവനുമാണ്. എന്ന് പറഞ്ഞ പരിഗണന നൽകുന്നവനാണ്. നന്മക്ക്, സത്യവിശ്വാസത്തിന്, അതിന്റെ മാർഗത്തിൽ ഒരാള് അനുഷ്ഠിക്കുന്ന ത്യാഗങ്ങൾക്ക്, ഇതിനൊക്കെ അവനൊരു പരിഗണന നൽകുന്നവനാണ്. കൃതജ്ഞത എന്ന് പറഞ്ഞാൽ തന്റെ സൃഷ്ടിജാലങ്ങളോട് നന്ദി കാണിക്കുക എന്നുള്ള ഒരു സംഗതി അള്ളാഹ് ചെയ്യേണ്ടതൊന്നുമില്ല. അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളോടുള്ള ബന്ധം അങ്ങനെയല്ല. അതേ സമയത്ത് സൃഷ്ടിജാലങ്ങള് തന്നെ മുൻനിർത്തിക്കൊണ്ട് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അവരുടെ സതുദ്ദേശങ്ങൾ, അവരുടെ നല്ല നിലപാടുകൾ, ഇതിനൊക്കെ ഒരു പരിഗണന കൊടുക്കുന്നവനാണ് അള്ളാഹു. അതിനൊക്കെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് അതിനൊക്കെ നിസ്സാരമായി കാണുന്നവനല്ല അള്ളാഹു. അള്ളാഹു അതിനൊക്കെ ഒരു കൃതജ്ഞത അവരോട് കാണിക്കുന്നുണ്ട്. ആ കൃതജ്ഞത എന്ന് പറയുന്നത് അവർക്ക് നൽകുന്ന പരിഗണന എന്ന നിലക്കാണ്. നന്മ ചെയ്തവന് അതുപോലെ തിന്മ ചെയ്തവന് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ഒരേ നിലപാടാണ് ഉണ്ടാവുക. നന്മ ചെയ്തവന് പ്രത്യേകമായി അള്ളാഹുവിന്റെ പരിഗണനയും ആർദ്രതയും ഒക്കെ ഉണ്ടാവും. തിന്മയും അക്രമവും ചെയ്തവന് അള്ളാഹുവിന്റെ ശിക്ഷയാണ് ഉണ്ടാവുക. അപ്പോ ഈ അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും അള്ളാഹ് കൃതജ്ഞത കാണിക്കുന്നവനാണ് എന്ന് കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ട പരിഗണനയും അതുപോലെ അംഗീകാരവും ഒക്കെ നൽകുന്നവനാണ് അള്ളാഹു എന്നത് അവർക്ക് തിരിച്ചറിയാൻ കഴിയും. അള്ളാഹു വീഴ്ചകളൊക്കെ പുറത്തു കൊടുക്കുകയും ചെയ്യും. ഇതാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ അള്ളാഹുവിന്റെ പ്രവാചകൻ ജനങ്ങളോട് പറയാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ച ഈ കാര്യമുണ്ടല്ലോ, ഇനി അഖുല്ല അസ്അലുക്കും അലൈഹി അജ്റ, ഈ ദൗത്യം നിർവഹിക്കുന്നതിന്റെ പേരിൽ നിങ്ങൾ എനിക്ക് എന്തെങ്കിലും പ്രതിഫലം തരണമെന്ന് ഞാൻ പറയുന്നേ ഇല്ല എന്നാണ് പറയുന്നത്. എന്നിട്ട് ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ എന്നുകൂടി അള്ളാഹു പറയുകയാണ്. അടുത്തവരോടുള്ള ഒരു പ്രിയമല്ലാതെ. ഇസ്ലാമിക ലോകത്ത് പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാന മേഖലകളിൽ ഏറ്റവും ഏറെ വെല്ലുവിളി നേരിട്ടിട്ടുള്ള ഒരു പ്രയോഗമായിട്ട്, അല്ലെങ്കിൽ പ്രയോഗങ്ങളിൽ ഒന്നായിട്ട് ഇതിനെ മനസ്സിലാക്കാൻ സാധിക്കും. മുഫസ്സിറുകൾ വളരെ വ്യത്യസ്തമായ അർത്ഥങ്ങളും നിലപാടുകളും ഒക്കെയാണ്, അതുപോലെ വളരെ വലിയ തർക്കങ്ങളിലുമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഏർപ്പെട്ടിട്ടുള്ളത് എന്നതും നമുക്ക് തഫ്സീറുകളിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് അൽ മവദ്ദത ഫിൽ ഖുർബ എന്ന് പറഞ്ഞാൽ എന്നത് നമ്മുടെ ശ്രദ്ധ പ്രത്യേകം പതിയേണ്ടതുണ്ട്. കാരണം അതിനു മാത്രം സങ്കീർണമായ ആശയക്കുഴപ്പങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യം വിശദീകരിക്കുന്നത് ഞാൻ നാളെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അത് എനിക്ക് സാധ്യമായ എൻ്റെ വായനയുടെയും പഠനത്തിന്റെയും അതുപോലെ യുക്തിബോധത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു വിശദീകരണം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ.
വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.